ഗുഡ് മോർണിംഗ് ഗേസ്. ഐ റിയലി ഓവ് യു ആൻ അപ്പോളജി. കുറെ കണ്ടന്റ് ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇന്നലെ മത്സരത്തിന് ശേഷം തന്നെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ മിഖായൽ സ്റ്റെഹ്റ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ഒറിജിനൽ ഓഡിയോ ഫയൽ എൻ്റെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വെറുതെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കാം. അതിനകത്ത് പ്രധാനമായിട്ടും മത്സരത്തിന്റെ വിജയത്തിനെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: ഈ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് എൻ്റെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനിവാര്യമാണ്. ആദ്യത്തെ എവേ വിജയമാണ്. എതിരാളികളുടെ തട്ടകത്തിൽ പോയി 3 പോയിന്റുകൾ നേടുക എന്നത് ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു വെൽ കോച്ച്ഡ് ടീമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ മികച്ച രീതിയിൽ പരിശീലിപ്പിക്കപ്പെട്ട ടീമാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്. അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയിൽ ഞങ്ങളെ വളരെ നന്നായിട്ട് അവർ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പന്ത് പലതവണ അവർ നഷ്ടപ്പെടുത്തി. അവർ അനിവാര്യമായിട്ടുള്ള ലീഡ് നേടുകയും ചെയ്തു. പക്ഷേ രണ്ടാം പകുതിയിൽ ഞങ്ങളുടെ തിരിച്ചുവരവിനുള്ള കാരണം അവരുടെ മാറ്റങ്ങൾ കൂടിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ അവർ കുറച്ചുകൂടി ഡിഫൻസീവ് ലൈൻ കേന്ദ്രീകരിച്ച് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഒഫൻസീവായിട്ട് ആക്രമണാത്മകമായിട്ട് കാര്യങ്ങളെ സമീപിച്ചു തുടങ്ങി. അവസാനം ഞങ്ങളുടെ ആ ഒരു തന്ത്രം വിജയം കാണുന്ന കാഴ്ചയാണ് കണ്ടത്. ഞങ്ങൾ രണ്ടാം പകുതിയിൽ കുറച്ച് മുന്നേറി വിജയം നേടി 3 പോയിന്റുകളുമായിട്ട് മടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. എതിരാളികളുടെ ഗ്രൗണ്ടിൽ നിന്ന് 3 പോയിന്റുകളുമായിട്ട് തിരിച്ചു വരിക എന്നത് വളരെ നല്ല കാര്യമാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. 3 പോയിന്റുമായിട്ട് മടങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇന്നത്തെ മത്സരത്തിൽ വിജയവും 3 പോയിന്റും ഞങ്ങൾ അർഹിച്ചിരുന്നു. രണ്ടാം പകുതിയിൽ അത്രമാത്രം മികച്ച കളി ഞങ്ങൾ കാഴ്ചവെച്ചു എന്നുകൂടി നമ്മുടെ